ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതിൻ്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഏതാണ് ഡിസ്കസ് ചെയ്തത്? ലാറ്റിസ് സ്ട്രക്ചറാണ് ഓഫ് FAR ഫിൽറ്റർ. എന്താണ് ലാറ്റിസ് സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ലാറ്റിസ് സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഡയറക്റ്റ് ഫോമിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് നമ്മൾ ആദ്യം പഠിച്ചത് കൺവേർഷൻ ഓഫ് ലാറ്റിസ് ഫോം ടു ഡയറക്റ്റ് ഫോം. അതായത് K1, K2, K3 തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആൽഫ 1, ആൽഫ 2, ആൽഫ 3, അതായത് ആ ഡയറക്റ്റ് ഫോം കോഎഫിഷ്യൻസ് എങ്ങനെ കാണാമെന്നുള്ള ഇക്വേഷൻസ് വെച്ചാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അതിൻ്റെ നേരെ റിവേഴ്സൽ, അതായത് നമുക്ക് ഡയറക്റ്റ് ഫോം കോഎഫിഷ്യൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് ലാറ്റിസ് കോഎഫിഷ്യൻസ് കാണണം. ലാറ്റിസ് കോഎഫിഷ്യൻസ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K1, K2, K3, അതായത് K1, K2 അങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ് ലാറ്റിസ് കോഎഫിഷ്യൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ അതിനും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. രണ്ടും തമ്മിൽ മാറിപ്പോരുത്. അത് ഓരോ പ്രാവശ്യം നോക്കി നോക്കി പഠിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. നിങ്ങളത് ബൈഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷനാണ്. എന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആൽഫ m-1 ഓഫ് 0 ഈക്വൽ ടു 1ഉം Km ഈക്വൽ ടു ആൽഫ m ഓഫ് എമ്മും ആൽഫ m-1 ഓഫ് k ഈക്വൽ ടു ആൽഫ m ഓഫ് k മൈനസ് ആൽഫ m ഓഫ് m ആൽഫ m ഇൻറ്റു m-k ഇൻറ്റു അല്ല ആൽഫ m-k ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ m സ്ക്വയർ m. ഒന്നുകൂടെ പറയാം, ആൽഫ m-1 ഓഫ് k ഈക്വൽ ടു ആൽഫ m ഓഫ് k മൈനസ് ആൽഫ m ഓഫ് m ആൽഫ m ഇൻറ്റു m-k ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ m സ്ക്വയർ ഓഫ് m. ഇതിൽ ജനറൽ ഫോമിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു ഡയറക്റ്റ് ഫോമിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് y ഓഫ് n ഈക്വൽ ടു x ഓഫ് n പ്ലസ് സിഗ്മ k ഈക്വൽ ടു 1 ടു m ആൽഫ m ഓഫ് k x ഓഫ് n മൈനസ് k. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഡയറക്റ്റ് ഫോം ആയിരിക്കും തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ K1, K2, K3 അതായത് ലാറ്റിസ് കോഎഫിഷ്യൻസ് കാണണം. അത് K1 ആണോ K2 ആണോ K3 ആണോ എന്ന് തീരുമാനിക്കുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ അനുസരിച്ചാണ്. അതായത് സപ്പോസ് x ഓഫ് n-3 എന്നാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണേണ്ട 3 കോഎഫിഷ്യൻ്റ് 3 സ്റ്റേജ് ഉണ്ട്, K1, K2, K3. ഇപ്പോൾ സപ്പോസ് ഇവിടെ x ഓഫ് n-2 ആണെങ്കിൽ 2 കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ചാൽ മതി, K1, K2. അപ്പോൾ എത്ര സ്റ്റേജസ് ഉണ്ടെന്ന് തീരുമാനിക്കുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് k ആണ്. അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻ FAR ഫിൽറ്റർ ഇസ് ഗിവൺ ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ y ഓഫ് n ഈക്വൽ ടു 2 ഇൻറ്റു x ഓഫ് n പ്ലസ് 4/5 x ഓഫ് n-1 പ്ലസ് 3/2 x ഓഫ് n-2 പ്ലസ് 2/3 x ഓഫ് n-3. ഡിറ്റർമിൻ ഇറ്റ്സ് ലാറ്റിസ് ഫോം. അതായത് ഇവിടെ നമുക്കൊരു ഡയറക്റ്റ് ഫോമിൽ തന്നിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ലാറ്റിസ് ഫോം കാണണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y ഓഫ് n ഈക്വൽ ടു 2 ഇൻറ്റു x ഓഫ് n പ്ലസ് 4/5 x ഓഫ് n-1 പ്ലസ് 3/2 x ഓഫ് n-2 പ്ലസ് 2/3 x ഓഫ് n-3. ഇനി നമുക്ക് ഇതിന് ഈ ജനറൽ ഫോമിൽ എഴുതണം. നമുക്കറിയാം വി നോ ദാറ്റ് ദ ജനറൽ ഫോം എന്ന് പറയുന്നത് y ഓഫ് n ഈക്വൽ ടു x ഓഫ് n പ്ലസ് സിഗ്മ k ഈക്വൽ ടു 1 ടു m ആൽഫ m ഓഫ് k x ഓഫ് n-k. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം n-k വാല്യൂ എവിടം വരെയാണ് വന്നേക്കുന്നത്? 3 വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനിൽ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരും? y ഓഫ് n ഈക്വൽ ടു x ഓഫ് n പ്ലസ് സിഗ്മ k ഈക്വൽ ടു 1 ടു 3. എന്തുകൊണ്ടാണ് 3 എടുത്തത്? ബിക്കോസ് ഇവിടെ n-3 വരെയാണ് ഉള്ളത്. ആൽഫ m ഓഫ് k x ഓഫ് n-k. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? y ഓഫ് n ഈക്വൽ ടു x ഓഫ് n പ്ലസ് ഇനി കേക്ക് 1 ഇട്ട് കൊടുക്കുമ്പം എമ്മിന് എത്രയാണ്? 3. കാരണം ഹിയർ m ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ എന്ത് വരും? അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? ആൽഫ 3 ഓഫ് 1 x ഓഫ് n-1 പ്ലസ് ആൽഫ 3 ഓഫ് 2 x ഓഫ് n-2 പ്ലസ് ആൽഫ 3 ഓഫ് 3 x ഓഫ് n-3. അപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജനറൽ ഫോമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കൊടുത്തേക്കുന്നതിൽ x ഓഫ് n-ൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1 ആണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണേ. നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യനിലൊന്ന് നോക്കിക്കേ.
ഇവിടെ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്താണ് 2 ആണ്. പക്ഷേ ജനറൽ ഫോമിൽ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ എന്താണ് 1 ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജനറൽ ഫോമിലേക്ക് ഈ ഇക്വേഷനെ മാറ്റുക. ജനറൽ ഫോമിലേക്ക് ഇക്വേഷനെ മാറ്റുക എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എന്നിൻ്റെ കോയഫിഷ്യൻ എന്താക്കണം 1 ആക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൈ ഓഫ് എന്നിൽ എക്സ് ഓഫ് എന്നിൻ്റെ കോയഫിഷ്യൻ ആക്കണം. ഇതിലെല്ലാം 2 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് 2 പുറത്തെടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2 പുറത്തെടുക്കുമ്പോൾ എന്ത് വരും, എക്സ് ഓഫ് എൻ പ്ലസ് 2/5 എക്സ് ഓഫ് എൻ മൈനസ് 1. അപ്പോൾ ഇത് പുറത്തെടുക്കുമ്പോൾ 2 പുറത്തെടുക്കുമ്പോൾ എന്ത് വരും, 3/4 അല്ലേ വരുന്നത്, എന്നാലല്ലേ 3/2 വരുള്ളൂ. 3/4 എക്സ് ഓഫ് എൻ മൈനസ് 2 പ്ലസ് 1/3 എക്സ് ഓഫ് എൻ മൈനസ് 3. മനസ്സിലായോ? നമുക്ക് എന്ത് കിട്ടിയ, വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഓഫ് എൻ പ്ലസ് 2/5 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1 പ്ലസ് 3/4 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 2 പ്ലസ് 1/3 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 3. ഇപ്പോൾ ഇത് നോക്കി, ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ സെയിം ആയില്ലേ? ഇപ്പോൾ ഇത് 1 ആയില്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ആൽഫ 3 ഓഫ് 1. ആൽഫ 3 ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ആൽഫ 3 ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2/5 അല്ലേ. അടുത്തതോ ആൽഫ 3 ഓഫ് 2. ആൽഫ 3 ഓഫ് 2 ഈക്വൽ ടു എത്ര വരും, 3/4. അടുത്തതോ ആൽഫ 3 ഓഫ് 3 ഈക്വൽ ടു 1/3. ഇതിൽ ഈ ഒരു കോയഫിഷ്യൻറ്റിനെ ഇതിനെ നമുക്ക് K0 എന്ന് എഴുതാം, വേർ K0 ഈക്വൽ ടു 2. ഓക്കെ, അപ്പം നമുക്ക് ഈ കിട്ടിയ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ആൽഫ 3 ഓഫ് 1 ഇതിൽ നിന്ന് 1 ആക്കിയിട്ട് നമുക്ക് കോയഫിഷ്യൻസ് ഡയറക്റ്റ് ഫോമിൻ്റെ കോയഫിഷ്യൻസ് കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യനിൽ തന്നേക്കണ ഏതൊക്കെയാണ്, ആൽഫ 3 ഓഫ് 1, ആൽഫ 3 ഓഫ് 2, ആൽഫ 3 ഓഫ് 3. ഇനി ഇത് വെച്ച് നമുക്ക് ഏതൊക്കെ കാണണം, നമുക്ക് ക്വസ്റ്റ്യൻ കാണേണ്ട എന്താ, n-3 വരും. അപ്പോൾ ഏതൊക്കെ കാണണം, K1 കാണണം, K2 കാണണം, K3 കാണണം. അതാണ് നമുക്ക് കാണേണ്ടത്. എന്താണ്, ടു ഫൈൻഡ്, നമുക്ക് എന്തോ കാണേണ്ടത്, K1, K2, K3. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് K1, K2, K3 ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ ഇക്വേഷൻ എഴുതുക. ദാറ്റ് ഈസ് ആൽഫ എം മൈനസ് 1 ഓഫ് 0 ഈക്വൽ ടു 1, കെ എം ഈക്വൽ ടു ആൽഫ എം ഓഫ് എം, ആൽഫ എം മൈനസ് 1 ഓഫ് കെ ഈക്വൽ ടു ആൽഫ എം ഓഫ് കെ മൈനസ് ആൽഫ എം ഓഫ് എം, ആൽഫ എം ഓഫ് എം മൈനസ് കെ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എം ഓഫ് എം സ്ക്വയർ എം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയേക്കണേ എന്തൊക്കെയാണ്, നമുക്ക് കിട്ടിയേക്കണേന്ന് പറഞ്ഞാൽ ആൽഫ 3 ഓഫ് 1 ഈക്വൽ ടു 2/5, ആൽഫ 3 ഓഫ് 2 ഈക്വൽ ടു 3/4, ആൽഫ 3 ഓഫ് 3 ഈക്വൽ ടു 1/3. ഇത്രയും കിട്ടി. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കാണാം കെ എം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൻ എം ഈക്വൽ ടു 3 ആണെന്ന് വിചാരിച്ചു. എം ഈക്വൽ ടു 3 ആണെങ്കിൽ നമുക്ക് എന്താണ് കാണേണ്ടത്, ആൽഫ 3 ഓഫ് 3 ഈക്വൽ ടു എന്തെന്ന് എഴുതാം, K3 എന്ന് എഴുതിക്കൂടെ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്, 1/3. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്, K2. അപ്പോൾ K2 എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ 2 ഓഫ് 2ഉം അടുത്ത എന്താണ് K1. K1 എന്ന് പറയുന്നത് എന്താണ്, ആൽഫ 1 ഓഫ് 1. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആൽഫ 2 ഓഫ് 2ഉം കാണണം, ആൽഫ 1 ഓഫ് 1ഉം കാണണം. ഇനി ഇതെങ്ങനെ കാണാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അത് നമ്മൾ കാണാൻ പോകുന്നത് ദാണ്ട് ഈ ഇക്വേഷൻ വെച്ചാണ്. അപ്പോൾ ഇവിടെ തന്നെ നോക്കിയേ, നമുക്ക് ഈ ഒരു കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ആൽഫ എം മൈനസ് 1 ഓഫ് 0 ഈക്വൽ ടു 1 എന്നല്ലേ വന്നത്. അപ്പോൾ ഈ കേസിലൊന്നും എടുത്ത് നോക്കിയേ, എം ഈക്വൽ ടു 3 ആണ്. എം ഈക്വൽ ടു 3 ആണെങ്കിൽ ആൽഫ എം മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ 2 ഓഫ് 0. ആൽഫ 2 ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി, 1 കിട്ടി. ഓർത്തിരിക്കണേ, ആൽഫ 2 ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ, 1 കിട്ടി. അത് നമുക്കിനി ആവശ്യം വരും. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്, ആൽഫ 2 ഓഫ് 2. ഓക്കെ, അപ്പോൾ ആൽഫ 2 ഓഫ് 2 കാണണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഈ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ കാണാം നോക്കി, ഇവിടെ എന്താ, ആൽഫ എം മൈനസ് 1 ഓഫ് കെ. ഇപ്പം നമ്മൾ എടുത്തേക്കണം എന്താ, എം ഈക്വൽ ടു 3. ഇപ്പം നമ്മൾ എടുക്കുവാണ് എം ഈക്വൽ ടു 3, കെ ഈക്വൽ ടു 2. നോക്കിക്കോണേ, എം ഈക്വൽ ടു 3, കെ ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്താവും, എം മൈനസ് 1, ദെയർഫോർ എം മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താവും, 2 ആവത്തില്ലേ. ദെയർഫോർ ആൽഫ എം മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും, ആൽഫ ഈ ഇക്വേഷൻ വെച്ച്, അപ്പോൾ ആൽഫ 2, കെയുടെ വാല്യൂ എത്രയാണ്, 2. ഓക്കെ, ഈക്വൽ ടു ആൽഫ എം ഓഫ് കെ, എമ്മിൻ്റെ വാല്യൂ എത്രയാണ്, 3. ആൽഫ 3, കെയുടെ വാല്യൂ എന്താണ്, 2. ആൽഫ 3 ഓഫ് 2 മൈനസ് ആൽഫ എം ഓഫ് എം എന്ന് പറഞ്ഞാൽ എന്താ, ആൽഫ 3 ഓഫ് 3 ഇൻറ്റു ആൽഫ എം എന്ന് പറയുന്ന വാല്യൂ എന്താണ്, 3 ഇൻറ്റു എം മൈനസ് കെ. എം മൈനസ് കെ എന്ന് പറഞ്ഞാൽ 3 - 2 എന്ന് പറഞ്ഞാൽ എന്തായാലും 1 വരും, ഡിവൈഡഡ് ബൈ
1 മൈനസ് ആൽഫ എം സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ ആൽഫ 3 സ്ക്വയർ ഓഫ് 3 ഇങ്ങനെയല്ലേ വരുന്നത്. ഇതിനകത്ത് ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? നമുക്ക് ആൽഫ 3/2 അറിയാലോ, അറിയാം. സോ ദാറ്റ് ഈസ് 3/4 മൈനസ് ആൽഫ 3/3 അറിയാം 1/3 ഇൻറ്റു ആൽഫ 3/1 അറിയാലോ, അറിയാം. അപ്പോൾ അത് എത്രയാണ് 2/5 ദാറ്റ് ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ 3 എന്ന് പറയുന്നത് എന്താ? ആൽഫ 3/3 എന്ന് പറയുന്നത് എന്താ? 1/3. അപ്പോൾ 1/3 സ്ക്വയർ അതെന്ന് പറയുന്നതാണ് എന്ത്? ആൽഫ 2/2. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ 2. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്ത് വരും. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം. അന്നേരം ആൻസർ കിട്ടാൻ പോകുന്നത് 0.69375 ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത് എന്താണ്? ആൽഫ 1/1. അപ്പോൾ ആൽഫ 1/1 വേണമെങ്കിൽ നമുക്കത് നോക്കാം. എല്ലാം ഉണ്ടോയെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ആൽഫ 1/1 വരണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം? m is equal to 2ഉം k equal to 1ഉം. ഓക്കെ, m is equal to 2ഉം k equal to 1ഉം എടുക്കുന്നു. അപ്പോൾ എങ്ങനെ വരും? അപ്പോൾ therefore m-1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? m-1 എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് എന്ത് വരും? ആൽഫ 1/1 ഈക്വൽ ടു ആൽഫ എം ഓഫ് കെ അല്ലേ? എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 2. ആൽഫ 2 കെയുടെ വാല്യൂ എന്താണ്? ആൽഫ 2/1 മൈനസ് ആൽഫ എം ഓഫ് എം. ആൽഫ എം ഓഫ് എം എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ 2/2. പിന്നെ എന്താണ് അടുത്ത? എന്താണ്? ആൽഫ എം ഓഫ് ആൽഫ എം എന്ന് പറയുമ്പം 2 ഇൻറ്റു എം മൈനസ് കെ. എം മൈനസ് കെ എന്ന് പറയുമ്പം 2 - 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 വരും അല്ലേ? 2 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ദാറ്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ 2 സ്ക്വയർ ഓഫ് എം എന്ന് പറയുമ്പോൾ എന്താ? ആൽഫ 2 സ്ക്വയർ ഓഫ് 2 എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമോ നോക്കിയേ. ആൽഫ 2/2 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ ആൽഫ 2/1 ഉണ്ടോ? ഇല്ല. ആൽഫ 2/1 ഇല്ല. അപ്പോൾ അത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഈ ഒരു സാധനം ഇല്ല. അപ്പോൾ അത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചാലേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ആൽഫ 2/1 കാണണം. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിനി എന്താ കാണേണ്ടത്? ആൽഫ 2/1. ആൽഫ 2/1 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? m is equal to 2ഉം k equal to 1ഉം എടുക്കുക. m equal to 2 അല്ല, m equal to 1ഉം k equal to 1 അല്ല, m is equal to 3 m equal to 3ഉം k equal to 1ഉം അങ്ങനെ എടുത്താലല്ലേ നമുക്ക് ആൽഫ 2/1 കിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യണമെങ്കിൽ m-1ൻ്റെ പൊസിഷനിൽ 2 വരണം, കെയുടെ അവിടെ 1 വരണമെങ്കിൽ m എത്ര എടുക്കണം? 3 എടുക്കണം. മനസ്സിലായോ? എനിക്ക് കാണേണ്ടത് ആൽഫ 2/1 ആണെങ്കിൽ എനിക്ക് ഇവിടെ m-1ൻ്റെ അവിടെ എന്ത് വരണം? 2 വരണം. അതുപോലെ തന്നെ കെയുടെ അവലെ 1 വരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ m ഏതെടുത്താലേ ശരിയാവുള്ളൂ? 3 എടുത്താലല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്താവും? m-1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈക്വൽ ടു 2 എന്ന് വരും. therefore ആൽഫ 2/1 ഈക്വൽ ടു ഇനി ആൽഫ 3/1 മൈനസ് ആൽഫ 3/3 ഇൻറ്റു എന്ത് വരും? ആൽഫ 3 ഇൻറ്റു m-1 എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ 3 സ്ക്വയർ ഓഫ് 3. ഇനി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അല്ലേ? എന്തൊക്കെയാണ് കണ്ടുപിടിച്ചേക്കണേ? ഇതിനകത്ത് ആൽഫ 3/1 അറിയാം, ആൽഫ 3/3 അറിയാം, അതുപോലെ തന്നെ നമുക്ക് എന്തറിയാം? ആൽഫ 3/2 അറിയാം. എല്ലാം അറിയാമല്ലോ. ഇനി അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കറിയാം? ആൽഫ 3/1 എന്ന് പറഞ്ഞാൽ 2/5 ആണ്, ആൽഫ 3/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്, ആൽഫ 3/2 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. ദാറ്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ 3 സ്ക്വയർ. അപ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. അത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.16875 ആയിരിക്കും. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇനി ആൽഫ 2/1 കിട്ടി. ഇനി ആൽഫ 2/1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യൻ കാണാമല്ലോ. അത് ഇന്നലെ നമ്മൾ കുറച്ച് മുമ്പ് എഴുതിയില്ല. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു? ആൽഫ 1/1 അല്ലേ? അപ്പോൾ ആൽഫ 1/1 എന്ന് പറഞ്ഞാൽ എന്താ? ആൽഫ 2/1 മൈനസ് ആൽഫ 2/2 ഇൻറ്റു ആൽഫ 2/1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ 2 സ്ക്വയർ ഓഫ് 2. ഇപ്പോൾ ആൽഫ 2/1 നമുക്ക് കിട്ടി അല്ലേ? ആ കിട്ടിയ ആൻസറും ഇതെല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതൊക്കെയായിരുന്നു ആൽഫ 2/1 കിട്ടിയത്. 0.16875 മൈനസ് ആൽഫ 2/2 ഇപ്പോൾ എത്രയായിരുന്നു കിട്ടിയത്? നമുക്കിപ്പോൾ കിട്ടിയൊരു വാല്യൂ ഇല്ലേ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 0.16875 മൈനസ് 0.69375. അതായത് ഈ വാല്യൂസ് എല്ലാം ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 മൈനസ് ആൽഫ 2 സ്ക്വയർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ആൻസർ എന്ത് കിട്ടി? 0.00996. അപ്പോൾ ഈ ആൽഫ 1/1 എന്ന് പറയുന്നതാണ് എന്ത്? ദാറ്റ് ഇസ് ഈക്വൽ ടു K1. അപ്പോൾ നമ്മളിപ്പോൾ എന്താ? അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിച്ചു? K1 കണ്ടുപിടിച്ചു, K2 കണ്ടുപിടിച്ചു, K3 ഉണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.